നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മനുഷ്യഗണത്തിൽ വരുന്ന പൂരം, പൂരാടം, പൂരോരുട്ടാതി, ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി, ഭരണി, രോഹിണി, തിരുവാതിര ഇങ്ങനെ മനുഷ്യഗണത്തിൽ വരുന്ന 9 നക്ഷത്രങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ വിശ്വസ്തതയ്ക്കും സ്നേഹബന്ധത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന, കുടുംബ ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരായിട്ടുള്ള ഇവർ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും എപ്പോഴും ശ്രമിക്കുന്നവരാണ്. കൂടാതെ നീതിബോധവും ഉത്തരവാദിത്വ ബോധവും കൂടുതലുള്ളവരായതിനാൽ സാമ്പത്തികപരമായിട്ട് സുരക്ഷിതത്വം വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഇവരെ എന്തൊക്കെ ജോലി ചെയ്യുമ്പോഴും ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും വളരെ വളരെ പ്രാധാന്യം കൊടുക്കും. പ്രത്യേകിച്ച് കഠിനാധ്വാനികളായതുകൊണ്ട് സ്വന്തം പരിശ്രമത്താൽ ജീവിത വിജയം നേടുന്നവരാണ് ഈ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് നിൽക്കുവാനും അവസരോചിതമായിട്ട് പെരുമാറുവാനും കഴിയുന്നവരായതുകൊണ്ട് ഇവർ ആഗ്രഹിച്ചത് എന്തു തന്നെയായാലും അത് നേടിയെടുക്കുവാൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരാണ്. എന്നാലോ ഇവർ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലോ ദുഃഖിച്ചിരിക്കാതെ, എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാൽ പോലും തളർന്നിരിക്കാതെ നഷ്ടങ്ങളിൽ നിന്ന് പോരാടിക്കൊണ്ട് ജീവിത വിജയം നേടുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അലസതയോടുകൂടി വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഇഷ്ടമില്ലാത്തവരായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരുടെ ദൈനംദിന ജീവിതത്തിലെ പലപ്പോഴായിട്ട് പ്രതിസന്ധികളും തടസ്സങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ആ വിഷമതകളിൽ നിന്ന് ഒരു പാഠം തന്നെ പഠിച്ചുകൊണ്ട് സ്വയം വാശിയോടുകൂടി സ്വയം പരിശ്രമത്താൽ ഉയർന്നു വരുന്നവരാണ്. പ്രത്യേകിച്ച് ഭൂമിയോളം ക്ഷമിക്കുവാനും വാശിയോടുകൂടി പോരാടുവാനും കഴിയുന്ന ഇവർക്ക് താൻ സ്നേഹിക്കുന്നവരോട് കൂടുതൽ ആത്മാർത്ഥ കാണിക്കുവാനും അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ട് തന്നെ അവരെ സഹായിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാലോ തനിക്ക് ഇഷ്ടമില്ലാത്തവരാണെന്ന് തോന്നിയാൽ പിന്നെ അവരെ അവഗണിക്കുവാനും ഒട്ടും തന്നെ മടി കാണിക്കാത്തവരാണ് ഈ നക്ഷത്രക്കാർ. പ്രതികരണശേഷിയാണെങ്കിൽ ധാരാളം ഉള്ളവരായതുകൊണ്ട് ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും തന്നെ ഇവർക്ക് ഇഷ്ടമാകാറില്ല. ആവശ്യത്തിൽ കൂടുതൽ ക്ഷമാശീലം ഈ നക്ഷത്രക്കാർക്കുണ്ടെങ്കിലും ദേഷ്യം വന്നാൽ അതിനെ നിയന്ത്രിക്കുവാൻ വളരെ പ്രയാസമുള്ളവരാണ് ഈ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ. കൂടാതെ ഉത്കണ്ഠയും കൺഫ്യൂഷനും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരായതുകൊണ്ട് തൻ്റേതായിട്ടുള്ള വിഷമതകളെയും പ്രയാസങ്ങളെയും ആരോടും തന്നെ പറയാതെ മുന്നോട്ട് പോകുന്നവരാണ്. എങ്കിലും ഇവർ ഒരു കാര്യം ആഗ്രഹിച്ചാൽ പിന്നെ അത് കിട്ടുന്നതുവരെ ഇവർക്കൊരു സമാധാനവും ഉണ്ടാകാറില്ല. എന്നാൽ സ്വയം പരിശ്രമത്താൽ ജീവിത വിജയം നേടുന്ന ഈ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ സാത്വികമായിട്ടുള്ള ദേവതകളെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും സരസ്വതി ദേവിയെ ആരാധിക്കുന്നതും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും എല്ലാം കൊണ്ട് ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്.